ഇന്ത്യ രാജ്യത്തിന് ഇതര രാഷ്ട്രങ്ങൾക്കില്ലാത്ത ഒരുപാട് പ്രത്യേകതകളുണ്ട്. ലോകത്ത് ഇത്രയും മതങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യം വേറെയില്ല. ഇത്രയേറെ സംസ്കാരങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രം വേറെയില്ല. ഇത്രയേറെ വർണ്ണങ്ങളെയോ വർഗങ്ങളെയോ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രമില്ല. ഇങ്ങ് കന്യാകുമാരിയിൽ നിന്ന് കശ്മീർ വരെ സഞ്ചരിച്ചാൽ, നോർത്ത് ഈസ്റ്റിൽ നിന്ന് ഗുജറാത്തിന്റെ തലവരെ സഞ്ചരിച്ചാൽ, ഇത്രയേറെ വൈവിധ്യങ്ങളെ കൊണ്ടു നടക്കുകയും സംസ്കാരങ്ങളിൽ അഭിമാനം കൊള്ളുകയും ഒരുമിച്ചൊന്നായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രത്തെ ലോകത്തെ ഒരു സ്ഥലത്തും നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയില്ല. വേൾഡ് മാപ്പിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാഷ്ട്രങ്ങൾ ഉണ്ടാകാം, പക്ഷേ ആ രാഷ്ട്രങ്ങൾക്ക് അവകാശപ്പെടാൻ ഭാഷകളുടെ വൈവിധ്യമില്ല. ആ രാജ്യങ്ങൾക്ക് അവകാശപ്പെടാൻ സംസ്കാരങ്ങളുടെ വൈവിധ്യമില്ല. ആ രാജ്യങ്ങൾക്ക് അവകാശപ്പെടാൻ നിറങ്ങളുടെയോ വർണ്ണങ്ങളുടെയോ വൈവിധ്യമില്ല. ഈ വൈവിധ്യങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ടു തന്നെയാണ് ഇന്ത്യ ലോകത്തിന്റെ മുന്നിൽ അഭിമാനത്തിന്റെ ഉന്നതമായ അവസ്ഥകളെ പ്രതിനിധാനം ചെയ്യുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ കേൾവിക്കാരെ, ഈ രാജ്യത്തെ ജനങ്ങളെ രണ്ടായി പകുത്തുവെച്ച് മതത്തിന്റെ പേരിൽ മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ നിന്ന് എപ്പോഴും അടയാളപ്പെടുത്തുന്ന ഒരു അധ്യായം ഓർമ്മിപ്പിക്കട്ടെ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടം അവസാനിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിച്ച ആദ്യ ദിവസങ്ങളിൽ ഇന്ത്യയുടെ ചരിത്രം എഴുതിയ ഡൊമിനിക് ലാപ്പിയറിന്റെ പുസ്തകത്തിൽ നിന്നൊരു ഭാഗമുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് നെഹ്റു, അദ്ദേഹം മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ ഓഫീസിലേക്ക് കയറി ചെന്നു. മിസ്റ്റർ മൗണ്ട് ബാറ്റൻ, നിങ്ങളുടെ സ്വാതന്ത്ര്യം ഞങ്ങളുടെ ഇന്ത്യക്ക് ആവശ്യമില്ല. മിസ്റ്റർ മൗണ്ട് ബാറ്റൻ, ഈ സ്വാതന്ത്ര്യം തിരിച്ചെടുക്കണമെന്ന് അങ്ങ് ലണ്ടനിലുള്ള രാജ്ഞിക്ക് നിങ്ങൾ കത്തയക്കണം. കാരണം ഞങ്ങളുടെ രാഷ്ട്രത്തിന് ഈ സ്വാതന്ത്ര്യത്തിന്റെ ആവശ്യമില്ല. ഇന്നലെ വരെ തെരുവോരങ്ങളിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമുജ്വലമായി പടപൊരുതിയവരെന്തുകൊണ്ടാണ് ഇന്ന് വന്നിട്ട് ഈ സ്വാതന്ത്ര്യം വേണ്ട എന്ന് പറയുന്നത്? മൗണ്ട് ബാറ്റൻ ചോദിക്കുമ്പോൾ അതിന്റെ മറുപടി വന്നത്, ഞങ്ങളുടെ രാജ്യത്തും മതങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി മനുഷ്യരുടെ ശരീരങ്ങളിൽ നിന്ന് നിണവും അവരുടെ ശാരീരിക അവയവങ്ങളും ഈ മണ്ണിനെ പങ്കിലമാക്കുകയാണ്. ഇങ്ങനെ ഹിന്ദുവിന്റെയോ മുസൽമാന്റെയോ ക്രിസ്ത്യാനിയുടെയോ ജൈനന്റെയോ മാത്രമല്ല, ഏതെങ്കിലും ഒരാളുടെ രക്തത്തുള്ളികൾ ഇറ്റുവീഴുന്ന ഒരു രാഷ്ട്രമാണ് നിങ്ങൾ നൽകുന്ന സ്വാതന്ത്ര്യം കൊണ്ട് ഇവിടെ പുലരുന്നതെങ്കിൽ ആ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പ്രഖ്യാപിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിൽ നിന്ന് കൃത്യമായ പാർട്ടീഷന് വേണ്ടി വാദിക്കുന്ന ഒരു പ്രധാനമന്ത്രിയിലേക്ക് നമ്മുടെ രാജ്യം എത്തിയപ്പോൾ എത്രമാത്രം അപകടമാണ് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു വസ്തുത കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. പ്രിയപ്പെട്ട മാഡം ഇവിടെ സൂചിപ്പിച്ചപ്പോൾ, അതിനുശേഷം സഖാവ് ഇവിടെ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു, ഈ കൂട്ടായ്മയിൽ സ്ത്രീകളില്ല എന്ന്. ഇത് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. ഇവിടുത്തെ സ്ത്രീകൾക്ക് മത അറിവുകൾ പകർന്നു കൊടുക്കുന്ന പണ്ഡിതന്മാരുണ്ട്. കേരളത്തിലെ സമരത്തെരുവുകളിലേക്ക് സ്ത്രീകൾ വരേണ്ട നേരമായിട്ടില്ല. കാരണം കേരളം ഭരിക്കുന്നത് പിണറായി വിജയൻ എന്ന കരുതലുള്ള മുഖ്യമന്ത്രിയാണ് എന്ന തിരിച്ചറിവ് ഇവിടുത്തെ പണ്ഡിതന്മാർ ഇവിടുത്തെ സ്ത്രീകൾക്ക് നൽകിയിട്ടുണ്ട്. ഷഹീൻ ബാഗ് പോലെയല്ല കേരളം. കേരളത്തിൽ ഇറങ്ങേണ്ടി വരുമ്പോൾ ഇറങ്ങാനും അറിയാം, ഇറങ്ങാതിരിക്കാനുള്ള ജനാധിപത്യപരമായ അവകാശങ്ങളുമുണ്ട്. ഞങ്ങളുടെ മുൻഗാമികളുടെ ചരിത്രം അങ്ങനെയാണ്. പറങ്കിയുടെ മുന്നിലേക്ക് പോകുമ്പോൾ പെണ്ണൊരുത്തിയെ വീട്ടിലിരുത്തിയിട്ട് ഇറങ്ങി നടന്നവന്റെ ചരിത്രമാണ് പറയാനുള്ളത്. പറങ്കി പടക്കപ്പലിന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ അവർക്കറിയാം, ഞങ്ങളുടെ നട്ടെല്ലും ഞങ്ങളുടെ കൈയും കടന്ന് ഒരു പറങ്കിയും ഞങ്ങളുടെ വീട്ടിൽ വരില്ല. അത് തന്നെയാണ് കൊട്ടുകാട്ടിലെ മുസ്ലിമീങ്ങൾക്കും ഹിന്ദുക്കൾക്കും എല്ലാം ഉറപ്പുള്ളത്. ഞങ്ങളുടെ കൈകളെ തടയാൻ ഒരു ഫാസിസത്തിനും സാധ്യമല്ല എന്ന വിളിച്ചു പറയലാണ് നമ്മുടെ ഈ തെരുവോരങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യപരമായാണ് നമ്മൾ അറിയേണ്ടത്. നമ്മുടെ രാജ്യം ചേർത്തുവപ്പിന്റെ രാഷ്ട്രമാണ്, പകുത്തുവപ്പിന്റെ രാഷ്ട്രമാണ്, മഹാത്മജിയുടെ രാഷ്ട്രമാണ്. നമ്മുടെ രാജ്യം സ്വാമി വിവേകാനന്ദന്റെ രാഷ്ട്രമാണ്. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ പ്രസംഗിക്കുമ്പോൾ സംസാരിച്ചത് ഞങ്ങളുടെ ഭാഷയിൽ അഥവാ സംസ്കൃതത്തിൽ എക്സ്ക്ലൂഷൻ എന്നൊരു വേർഡ് തന്നെ ഇല്ല. പകുത്തുവെക്കൽ ഞങ്ങൾക്കില്ല. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് ഞങ്ങളുടെ രാജ്യമെന്നാണ്. നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മജിയുടെ വീട്ടിൽ സദാ ഒരു മുസല്ല വിരിഞ്ഞു കിടക്കുമായിരുന്നു. ആർക്കു വേണ്ടിയാണെന്നറിയുമോ? ബാങ്ക് കൊടുത്താൽ ആ സമയത്ത് കുമ്പിട്ട് നിസ്കരിക്കുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹറിന് വേണ്ടിയായിരുന്നു. മറന്നു പോകാൻ പാടില്ല. മഹാത്മജിയുടെ വീട്ടിലേക്ക് വരുമ്പോൾ മൗലാന മുഹമ്മദ് അലിയുടെ കയ്യിൽ ഒരു പ്രത്യേക
വസ്ത്രമുണ്ടായിരിക്കും. ആ വസ്ത്രം നെയ്തു കൊടുക്കുന്നത് മൗലാന മുഹമ്മദ് അലിയുടെ ഉമ്മയായ പാതിരാവിൽ അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് ആരാധനകൾ നിർവഹിക്കുന്ന മഹദിയായിരുന്നു മഹാത്മജി എന്ന ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിന് അണിയാനുള്ള വസ്ത്രങ്ങളെ തുന്നിക്കൊടുത്തത് എന്ന് ഇന്നലകളുടെ ചരിത്രം നമ്മളോട് വിളിച്ചു പറയുകയാണ്. ഈ പങ്കുവെക്കലിന്റെ ചരിത്രമാണ് നമ്മൾക്ക് ഈ രാജ്യത്തോട് പറയാനുള്ളത്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകത്തിലെ ഒരു വരി ഞാൻ ഉദ്ധരിക്കുകയാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം എഴുതിയത് ഇന്ത്യ രാജ്യത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബുൽ കലാം ആസാദ് ആണ്. 940 മുതൽ ഇന്ത്യ രാജ്യത്ത് മറ്റൊരു രാഷ്ട്രം വേണമെന്ന ചിന്ത മാതാ സവർക്കറിന്റെയും അതുപോലെ മുഹമ്മദ് അലി ജിന്നയുടെയും തലയിൽ ഉടലെടുക്കുകയാണ്. 40കളിലാണ് മുഹമ്മദ് അലി ജിന്ന മറ്റൊരു രാഷ്ട്രത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയതെങ്കിൽ ആ 40കളുടെയും 16 കൊല്ലം മുമ്പ് ഇവിടെ മറ്റൊരു മതരാഷ്ട്രമുണ്ടാകണമെന്ന ചിന്ത സവർക്കറുടെ ആശയധാരയിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം നമ്മളോട് വിളിച്ചു പറയുകയാണ്. അവിടെയാണ് ചില വർത്തമാനങ്ങളുള്ളത്. 946 മഹാത്മജിയുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ് മൗലാന അബുൽ കലാം ആസാദ്. നിങ്ങൾക്കറിയാം, തൊപ്പിവെച്ച പരമസ്വാത്വികനായ പണ്ഡിതനാണ്. ആ പണ്ഡിതൻ മൗലാന മുഹമ്മദ് അലി ആസാദ്, മൗലാന ആസാദ് കടന്നു വരുന്നത്, അബുൽ കലാം ആസാദിന്റെ പാദം പതിയുന്നത് മഹാത്മജിയുടെ വീട്ടിലാണ്. അവിടേക്ക് മറ്റൊരാൾ കൂടി വന്നു. ഇസ്ലാമിക ആശയധാരകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ വേഷവിധാനങ്ങൾ ഉപയോഗിക്കുന്ന അല്പം മോഡേൺ ചിന്താഗതിയുള്ള മുഹമ്മദ് അലി ജിന്ന എന്ന പാകിസ്ഥാൻ വാദത്തിന്റെയോ രാഷ്ട്രത്തിന്റെയോ നേതൃത്വം അയാൾ കടന്നു വരികയാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം അടയാളപ്പെടുത്തുകയാണ്. ആ വീട്ടിലേക്ക് കടന്നു വന്ന മൗലാന അബുൽ കലാം ആസാദിന്റെ മുന്നിൽ മുഹമ്മദ് അലി ജിന്ന എന്ന പാകിസ്ഥാന്റെ നേതൃത്വം, അല്ലെങ്കിൽ പാകിസ്ഥാൻ അങ്ങനെ അവകാശപ്പെടുന്നയാൾ, അയാൾ വളരെ വിനയാന്വിതനായി പറഞ്ഞു, നിങ്ങൾ എൻ്റെ രാജ്യത്തിലേക്ക് വരണം. ശ്രദ്ധിച്ചു കേൾക്കേണ്ടതുണ്ട്. 946 നിങ്ങൾ എൻ്റെ രാജ്യത്തിലേക്ക് വരണം. നവംബറിലാണ് ഈ സംഭവം നടക്കുന്നത്. എൻ്റെ രാജ്യത്തെ ഏത് പൊസിഷനിൽ ഇരിക്കാനോ നിങ്ങൾക്ക് ഞാൻ അനുവാദം തരാം. അത്ര വലിയ ധിഷണയുടെയും ഗ്രാഹ്യത്തിന്റെയും ചിന്തയുടെയും ഭൗതികതയുടെയും ലോകത്തിരുന്ന നേതാവായിരുന്നു മൗലാന അബുൽ കലാം ആസാദ് എന്ന ഇന്ത്യ രാജ്യത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. അതുകൊണ്ട് തന്നെയാണ് ദ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയുടെ രചയിതാവായ ഇന്ത്യ രാജ്യത്തിന്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് നെഹ്റു തന്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ തെരഞ്ഞെടുത്തത് മൗലാന അബുൽ കലാം ആസാദിനെയാണ്. മൗലാന അബുൽ കലാം ആസാദിനോട് ജിന്ന യാചിക്കുകയാണ്, നിങ്ങൾ എൻ്റെ രാജ്യത്തേക്ക് വരുമോ? എൻ്റെ രാജ്യത്തേക്ക് നിങ്ങൾ വന്നാൽ ഞാൻ വിഭാവനം ചെയ്യുന്ന രാഷ്ട്രത്തിന്റെ തലപ്പത്ത് ഏത് പൊസിഷനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇരിക്കാം. അത് 6ാമത്തെ തവണയാണ് മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ പ്രതിനിധാനമാണ്. മഹാനവറുകൾ പറഞ്ഞു, ചരിത്രം രേഖപ്പെടുത്തുകയാണ് മുഹമ്മദ് അലി ജിന്നയോട്, ഇനി മേലാൽ ഈ വർത്തമാനവും പറഞ്ഞ് എൻ്റെ മുന്നിൽ നിങ്ങൾ വരാൻ പാടില്ല. എൻ്റെ രാജ്യം ഇന്ത്യയാണ്, ഇന്ത്യയാണ്, ഇന്ത്യയാണ്. ജീനായ ഹാ മറനായ ഹാ, ഈ രാജ്യത്താണ് ഞാൻ ജീവിക്കുക, ഈ രാജ്യത്താണ് ഞാൻ മരിച്ചു വീഴുക. ഇതാണ് ഇവിടെയുള്ള എല്ലാവരോടും പറയാനുള്ളത്. ഇത് നമ്മുടെ രാഷ്ട്രമാണ്, ഇവിടെയാണ് മരിക്കുക, ഇവിടെയാണ് ജീവിക്കുക. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഇനി നിങ്ങളുടെ രാജ്യത്തേക്ക് വിളിക്കാൻ പാടില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ വിഭാവനം ചെയ്യുന്ന രാഷ്ട്രം മതങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന രാഷ്ട്രമാണ്. എൻ്റെ ഇന്ത്യ എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്ന രാജ്യമാണ്. നിങ്ങൾ വിഭാവനം ചെയ്യുന്ന രാജ്യത്ത് നാളെ ഗോത്രങ്ങളായി തിരിഞ്ഞ് ജനങ്ങൾ പരസ്പരം തമ്മിൽ തല്ലി ജനാധിപത്യം വീണുപോകാമെന്ന് മൗലാന അബുൽ കലാം ആസാദ് മുഹമ്മദ് അലി ജിന്നയോട് പറയുകയാണ്. ഇനി ഒരിക്കൽ കൂടി പാകിസ്ഥാനിൽ പോകണമെന്ന് പറഞ്ഞ് എൻ്റെ മുന്നിൽ മുഹമ്മദ് അലി ജിന്ന നിങ്ങളെ കണ്ടുപോകരുത്. ഇതേ വർത്തമാനമാണ് ഇവിടുത്തെ മുഴുവൻ വർഗീയവാദികളോടും പറയാനുള്ളത്. ഇന്ത്യയുടെ മക്കളെ ഇന്ത്യ വിടാനെന്ന് പറഞ്ഞ് നിങ്ങൾ വരരുത്. ആ പുസ്തകം അടയാളപ്പെടുത്തുന്ന മറ്റൊരു വർത്തമാനം കൂടി പറയട്ടെ. മൗലാന അബുൽ കലാം ആസാദ് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഈ പുതിയ മതരാഷ്ട്രം ഉണ്ടല്ലോ, പാകിസ്ഥാൻ എന്ന നിങ്ങളുടെ രാഷ്ട്രം, അത് ആരുടെ സ്വപ്നമാണോ? ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ സ്വപ്നമാണോ? അല്ല, അത് സവർക്കറിന്റെ സ്വപ്നമാണ്, അത് RSSന്റെ സ്വപ്നമാണ്, അത് ഇന്ത്യ രാജ്യത്തെ ഹിന്ദു മഹാസഭയുടെ സ്വപ്നമാണ്. അത് പുലർത്തി കൊടുക്കാനല്ലേ ഈ രാജ്യത്തെ നീ വെട്ടിമുറിക്കാൻ ശ്രമിക്കുന്നത്? ഇത് നിങ്ങളുടെ സ്വപ്നമല്ല, ഇത് ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ സ്വപ്നമല്ല, പാകിസ്ഥാൻ ഇന്ത്യൻ മുസ്ലിമീങ്ങളുടേതല്ല. അത് അതിൻ്റെ ഉപജ്ഞാതാക്കളും അതിൻ്റെ
ചിന്താധാരകളിൽ പ്രവർത്തിച്ചവരുമെല്ലാം ഇവിടുത്തെ വർഗീയവാദികളാണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ആ രാജ്യത്തേക്ക് പോയിക്കോ, ഞങ്ങൾക്ക് പോകാൻ മനസ്സില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനാണ് നമ്മുടെ തെരുവോരങ്ങൾ ഉണർന്നിരിക്കുന്നത്. ഈ രാജ്യത്തെ എന്നും ചേർത്ത് പിടിച്ചവരല്ലേ നമ്മൾ. ഈ രാജ്യത്തെ ഒരുമയോടെ നിന്ന് ഒരുമയോടെ കൈകോർത്തു പിടിച്ച് മതം നോക്കാതെ മനുഷ്യനെ സ്നേഹിച്ച് ജീവിച്ചു പോയ ആളുകൾ. ഇവിടെയാണ് നമ്മൾക്ക് സാമൂതിരിയെ ഓർമ്മ വരുന്നത്. സാമൂതിരിയുടെ കാലത്താണ് ഇസ്ലാമിക ജുറിസ്പ്രുഡൻസിലെ ആധികാരിക ഗ്രന്ഥങ്ങൾ രചിച്ച മൗലാന സൈനുദ്ദീൻ മഖ്ദൂം ജീവിച്ചിരുന്നത് മലബാറിന്റെ മണ്ണിൽ. സാമൂതിരി പറങ്കിയോട് പടപൊരുതുന്ന നേരത്ത് സാമൂതിരിയോട് പറഞ്ഞത്, സാമൂതിരി മുസ്ലിം ഉമ്മത്തിന്റെ നേതാവായി നിന്ന് പടപൊരുതിക്കോ, പറകിൽ നിന്ന് പടപൊരുതാൻ ഞങ്ങൾ ഉണ്ടാകുമെന്നാണ് മൗലാന മഹാനരായ സൈനുദ്ദീൻ മഖ്ദൂം സാമൂതിരി രാജാവിനോട് പറഞ്ഞത്. ഇങ്ങനെ പരസ്പരം കൊടുത്തും വാങ്ങിയും പരസ്പരം ഒരുപോലെ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ നടുത്തളത്തിലേക്ക് കൃത്യമായ വർഗീയത കൊണ്ടുവന്ന് അവതരിപ്പിച്ച് ഈ രാജ്യത്ത് കുറച്ച് ഡൗട്ട്ഫുൾ പേഴ്സണെ സൃഷ്ടിക്കുക. ഇവിടെയാണ് എൻ്റെ മുമ്പേ സംസാരിച്ചവരെല്ലാം പറഞ്ഞത്, ഈ നിയമം അയുക്തമാണ്, ഈ നിയമത്തിന് കൃത്യമായ ഒരു യുക്തിയില്ല. അതുകൊണ്ടാണ് UNO പറഞ്ഞു വന്ന ഇടത്ത് തന്നെ പറഞ്ഞത് ഫണ്ടമെന്റലി ഡിസ്ക്രിമിനേഷൻ എന്ന് അവരുടെ ലേഖനത്തിൽ അവർ എഴുതിയത്. വ്യക്തമായ വിവേചനത്തോടു കൂടിയുള്ള നിയമമാണിത്. 3 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള 6 മതക്കാർ. ഹിന്ദുവിനോടുള്ള സ്നേഹമാണോ ഇത്? ഒരിക്കലുമല്ല. ഹിന്ദുവിനോടുള്ള സ്നേഹമായിരുന്നുവെങ്കിൽ ശ്രീലങ്കയിൽ നിന്ന് കടന്നു വന്ന പാവങ്ങളായ ഹിന്ദുക്കൾക്ക് എന്തുകൊണ്ടാണ് പൗരത്വം കൊടുക്കാത്തത്? ക്രിസ്ത്യാനിയോടുള്ള സ്നേഹമാണോ ഇത്? അല്ല. നിങ്ങൾ വായിച്ചോ എന്നറിയില്ല. 3 രാജ്യങ്ങളിൽ നിന്ന് വരുന്ന 6 മതങ്ങൾ അവർക്കിവിടെ പൗരത്വം കൊടുക്കുമെന്ന് പറയുമ്പോൾ ഭൂട്ടാനിൽ നിന്ന് വരുന്ന ക്രിസ്ത്യാനിക്ക് ഇവിടെ പൗരത്വം കൊടുക്കില്ല. അവിടെ നിങ്ങൾ അറിയേണ്ടതുണ്ട്, ഭൂട്ടാനിൽ ക്രിസ്തീയ വിഭാഗങ്ങൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന വിഭാഗമാണ്. അവർക്ക് ഈ രാജ്യത്ത് പൗരത്വമില്ല. കൃത്യമായ വർഗീയത സ്വന്തം ചിന്താധാരകളിൽ നിന്ന് 925 മുതൽ ഉടലെടുത്ത ആശയധാരകൾ ഇന്ത്യ രാജ്യത്തെ സുന്ദരമായ ജീവിതത്തിന്റെ പദ്ധതികളിൽ ഒരുമിച്ച് ജീവിക്കുന്ന മതത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മതമുള്ളവരായിരിക്കെ തന്നെ പരസ്പരം സ്നേഹത്തിന്റെയും പകുത്തുവെക്കലിന്റെയും അടയാളമായ ഇന്ത്യയിലെ ജനങ്ങളുടെ നടുവിൽ ഈ വർഗീയതയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് എല്ലായിടത്തും പറയുന്നത്, ഇതൊരു മതവിഷയമല്ല, ഇതൊരു മതവിഷയമായി ഒതുങ്ങിപ്പോകേണ്ടതല്ല. ഇത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കെതിരെ നടക്കുന്ന കൃത്യമായ അജണ്ടയാണ്. ഇതൊരു മതവിഷയമല്ല. അങ്ങനെ ഒരു ക്യാൻവാസിൽ ഒതുക്കാൻ കഴിയില്ല. കാരണം ഈ രാജ്യത്തിന്റെ ഭരണഘടന ഇല്ലായ്മ ചെയ്യണമെന്ന് ആരാണോ സ്വപ്നം കാണുന്നത് അവരുടെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിലേക്കുള്ള നടത്തമാണിത്. 949 ഇന്ത്യയുടെ ഭരണഘടനയുടെ കരട് പുറത്തിറങ്ങുമ്പോൾ ഓർഗനൈസറിൽ ലേഖനം വരികയാണ്, നവംബറിൽ ഡിസംബറിൽ ഈ ഭരണഘടന ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയിൽ ഇന്ത്യയുടെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നില്ല. അല്ലെങ്കിൽ ഇന്ത്യയിലെ മനുവാദത്തിന്റെ എന്ന് പറഞ്ഞാൽ മനുസ്മൃതിയുടെ ആശയങ്ങളെയോ സത്തകളെയോ ഉൾക്കൊള്ളാത്ത ഈ ഭരണഘടന ഞങ്ങൾക്ക് പറ്റില്ല എന്ന് ലേഖനം എഴുതിയത് ഇവിടുത്തെ മുസ്ലിമീങ്ങളല്ല, ഇവിടുത്തെ ഹിന്ദുക്കളല്ല, ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ്. ഈ സമരത്തെ രണ്ടായി വ്യാഖ്യാനിക്കാൻ പറ്റുമോ? ഈ രാജ്യത്തിന്റെ മിത്രങ്ങളും ഈ രാജ്യത്തിന്റെ ശത്രുക്കളും തമ്മിലുള്ള സമരം. ഈ രാജ്യത്തിന്റെ മിത്രങ്ങൾ ആരാണ്? ഒരുപോലെ കൈകോർത്തു പിടിച്ച മുസൽമാനും ഹിന്ദുവും ക്രിസ്ത്യാനിയും നേടിയെടുത്ത പാരമ്പര്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ അഭിമാനിച്ച് ഈ രാജ്യത്ത് ഉറച്ചു നിൽക്കുന്ന ആളുകൾ ആരാണ്? ഇന്ത്യയുടെ ശത്രുക്കൾ. 949 ഇന്ത്യയുടെ ഭരണഘടനയെ എതിർത്തവരാരാണോ അവരാണ് ഇന്ത്യയുടെ ശത്രുക്കൾ. 949 എഴുതിയ ലേഖനമാണ്, ഓർഗനൈസർ പ്രസിദ്ധീകരിച്ച ലേഖനമാണ്. ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കില്ല. പകരം വേണ്ടത് മനുസ്മൃതിയുടെ സത്ത ഉൾക്കൊള്ളുന്നതായിരുന്നു. 2800-ലേറെ ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന പല ജാതികളായി മനുഷ്യനെ വേർതിരിച്ചു നിർത്തിയിട്ട് ഉയർന്ന ജാതിക്കാരൻ ഒരു നിയമവും താഴ്ന്ന ജാതിക്കാരന് മറ്റൊരു നിയമവും കൽപ്പിച്ചു കൊടുക്കുന്ന ആ മനുസ്മൃതിയെ കുറിച്ച് ഓർക്കുമ്പോൾ ഒന്നുകൂടി പറയാനുണ്ട്. ആ മനുസ്മൃതിയുടെ ആശയധാരകൾ നീതിയല്ല എന്നതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പിയായിരുന്ന ഡോക്ടർ ഭീമറാവു അംബേദ്കർ 925 ഡിസംബർ 27 സാവിത്രി നദീ തീരത്ത് വെച്ചിട്ട് മനുസ്മൃതി കത്തിച്ചു കളഞ്ഞത്. അത് നമ്മൾക്കുള്ള ഉത്തേജനമാണ്. നീതിയല്ലാത്ത ഏത് നിയമത്തെയും കരിച്ച് കാറ്റിൽ പറത്താൻ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത് ഈ രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭയുടെ തലപ്പത്തിരുന്ന അംബേദ്കർ ആണ്. അംബേദ്കർ ആരാണ്? 5 ഡോക്ടറേറ്റുകൾ
ഡിഗ്രികൾ വാരിക്കൂട്ടിയ ഉന്നതനായ ധിഷണയുള്ള ആലോചനയുള്ള മനുഷ്യനാണ്, ഉന്നതമായ വിദ്യാഭ്യാസമുള്ളയാളാണ്. അദ്ദേഹത്തെക്കുറിച്ച് എതിരഭിപ്രായമില്ല. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 7000-ലേറെ സംവാദങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഭരണഘടന വരുന്നത്. ആ ഭരണഘടനയിൽ നിന്നൊരു ഭാഗമാണ് ഇന്നുവരെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് തെളിയിക്കാൻ കഴിയാത്ത ആളുകൾ പാർലമെന്റിൽ ചർച്ചയ്ക്കിട്ടിട്ട് ഇല്ലാതെയാക്കുന്നത് എന്ന് പറയുമ്പോൾ അപകടം എത്രയാണെന്ന് അറിയേണ്ടതുണ്ട്. 5 ഡോക്ടറേറ്റുകൾ വാങ്ങിയ അംബേദ്കർ എഴുതി ചേർത്ത നിയമങ്ങൾ, ആ നിയമങ്ങളെയാണ് ഡിഗ്രി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല, സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല, ഇതൊന്നും അറിയാത്ത മന്ത്രിമാർ വന്നിരുന്ന് അതിനെ പിച്ച് ചീന്തുന്നത് എന്ന് പറയുമ്പോൾ ഭരണഘടനയ്ക്ക് കാവലിരിക്കേണ്ടത് നമ്മുടെ ആവശ്യം. അത് മുസ്ലിമിന്റെ ആവശ്യമാണ്, ഹിന്ദുവിന്റെ ആവശ്യമാണ്, ക്രിസ്ത്യാനിയുടെ ആവശ്യമാണ്. കാരണം നമ്മുടെ പൂർവികർ നേടിത്തന്നതാണിത്, അവരുടെ സ്വാതന്ത്ര്യമാണിത്. എത്ര യുക്തിപൂർവമാണ് അവർ ചിന്തിച്ചത്. ഇതൊരു മതവിഷയമായി അംഗീകരിച്ചു കൊടുക്കാനോ ഒരു മതവിഷയമായി ഒതുക്കിക്കളയാനോ പാടില്ല. കാരണം എന്ത്? ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന ഈ നിലയിലാക്കി തന്നതിൽ അതിന്റെ ഭരണ നിർമ്മാണ തലപ്പത്തിരുന്ന ആളുകളെ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. 947 ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം ചോദിച്ചവർക്ക് 2 രാജ്യമായി വെട്ടിമുറിച്ച് തീർത്താൽ തീരാത്ത പകയും കണ്ണീരും നൽകി ഇവിടുന്ന് ബ്രിട്ടീഷുകാരൻ കുടിയിറങ്ങിയപ്പോ പാകിസ്ഥാൻ ഒരു മതരാഷ്ട്രമായി മാത്രം ഒതുങ്ങിപ്പോയപ്പോ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളില്ലേ, ഇന്ത്യ രാജ്യത്തെ ജനങ്ങളിനി ഏതു മതത്തിന്റെ വക്താക്കളായി ഏത് നിയമത്തിന്റെ കീഴിൽ ജീവിക്കണമെന്ന ചർച്ച വരുമ്പോ എത്ര പക്വമായിട്ടാണ് ഇവിടുത്തെ ഭരണഘടനാ നിർമ്മാണ സമിതികൾ തീരുമാനമെടുത്തത്. അവരുടെ അജയ്യമായ ആദർശബോധത്തിന്റെ ഉള്ളിൽ നിന്നാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങുന്ന ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ പിറക്കുന്നത്. മറന്നു പോകാൻ പാടില്ല. ആ ഭരണഘടന നിർമ്മിച്ചത് മുസ്ലിമീങ്ങളല്ല. ആ ഭരണഘടനാ സമിതിയിലുള്ളവരിൽ അധികവും ഹൈന്ദവരായ ആളുകളാണ്. അവരിതുണ്ടാക്കുന്നത് എപ്പോഴാണ് എന്ന ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളെ കൂടി നമ്മൾ ബോധപൂർവം എടുക്കേണ്ടതുണ്ട്. ഈ നിയമനിർമ്മാണം നടക്കുന്നത് ഇന്ത്യ ഒരു ജനാധിപത്യ മതേതരത്വ സോഷ്യലിസ്റ്റ് രാഷ്ട്രമായി നിലനിർത്തണമെന്ന ചിന്തകൾ ആ രാജ്യത്തിന് വേണ്ട ആവശ്യമായ നിയമനിർമ്മാണങ്ങൾ എഴുതുമ്പോൾ അവർക്കറിയാം തൊട്ടടുത്ത രാജ്യമായ പാകിസ്ഥാൻ ഒരു മതരാഷ്ട്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും അണുകിട വ്യത്യാസമില്ലാതെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഇങ്ങനെ മനോഹരമാക്കി തന്നതിൽ ഒരുപാട് ആളുകളുടെ പങ്കുകളുണ്ട്. ഒരുപാട് പേനകളുടെ ചലിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മളെ പരസ്പരം തമ്മിൽ തെറ്റിക്കണം. നിയമപരമായി ഇന്ത്യയിലെ മുസ്ലിമിനെ ഡൗട്ട്ഫുൾ പീപ്പിളാക്കി മാറ്റി നിർത്തിയിട്ട് ഒരു 2ാം തരം പൗരന്മാരാക്കണം. ഈ ആശയധാരകൾ തുടങ്ങുന്നത് ഞാൻ ചരിത്രം വിസ്തരിക്കുകയല്ല. 935 ന്യൂറംബർഗ് മുതൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ വരെ വളരെ മനോഹരമായി അഡ്വക്കേറ്റ് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ജൂതന്മാർക്ക് പൗരത്വമില്ല എന്ന് പറഞ്ഞവർ മ്യാൻമറിൽ 1982 മ്യാൻമറിന്റെ സിറ്റിസൺസ് ലോ കൊണ്ടുവരുന്നത്. അതേ നിയമത്തിന് ശേഷമാണ് ഈ പേരുള്ള NRC എന്ന നിയമം അവിടെ കൊണ്ടുവരുന്നത്. മ്യാൻമറിലെ മുസ്ലിമീങ്ങൾ എവിടെ നിന്നെങ്കിലും വേലിചാടി വന്നവരല്ല. 11ാം നൂറ്റാണ്ട് മുതൽ മുസ്ലിമീങ്ങൾ മ്യാൻമറിലുണ്ട്. ഒന്ന് വിസ്തരിച്ചു പറഞ്ഞാൽ മനസ്സിലാകും. ഇവിടെ നിന്ന് ഗൾഫ് നാടുകളുടെ പച്ചപ്പ് തേടി നമ്മൾ പറക്കുന്നതിന് മുമ്പ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പോയത് ബർമയിലാണ്. ആ ബർമയുടെ പുതിയ പേരാണ് മ്യാൻമർ. ആ മ്യാൻമറിലാണ് NRC നടപ്പാക്കുന്നത്. അതിൻ്റെ അവസാനം എന്ത് സംഭവിച്ചു? ലോകം കണ്ട ഏറ്റവും ക്രൂരമായ വംശഹത്യകളുടെ കഥ നടക്കുകയാണ്. അവിടുത്തെ ബുദ്ധ സന്യാസിയായ വിറാദുവിനെ ടൈം മാഗസിൻ അടയാളപ്പെടുത്തിയത് ടെററിസ്റ്റ് എന്നാണ്. അത്ര വലിയ മനുഷ്യന്റെ ചോരയുറഞ്ഞു പോകുന്ന ആ കഥകൾ കേട്ട് നമ്മൾ ഉറങ്ങുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സമീപത്തുള്ള മ്യാൻമറിൽ നിന്നാണ്. ആ മ്യാൻമറിൽ നടപ്പാക്കിയ നിയമം ഏതാണോ ആ നിയമത്തെയാണ് നമ്മുടെ പാർലമെന്റിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നമുക്കാർക്കും തോന്നിപ്പോകരുത് ഈ നിയമം നാളെ ഇവിടുത്തെ സുപ്രീം കോടതി സ്റ്റേ ചെയ്ത് കളയുമെന്ന്. എന്തുകൊണ്ട് നമ്മൾ പോരാടിക്കൊണ്ടിരിക്കണം? ഓർമ്മകളിൽ ഉണ്ടാകണം, 939 ബാബരി മസ്ജിദ് ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. 992 ഡിസംബർ 6 രാവിലെ അല്ല ബാബരി മസ്ജിദ് പൊളിക്കണമെന്ന വിചാരമുണ്ടാകുന്നത്. 939 മുതൽ തുടങ്ങിയ ആലോചനകളാണ് 992 അലഹബാദിന്റെ മണ്ണിൽ ബാബരിയുടെ താഴികക്കുടങ്ങളെ തല്ലിയുടച്ച് താഴെയിട്ടത് എന്ന് മറന്നുപോകാൻ പാടില്ല. അവിടെയാണ് നമ്മൾക്ക് പോരാട്ടത്തിന്റെ ഓർമ്മകൾ വേണ്ടത്. ഇന്നല്ലെങ്കിൽ
അല്ലെങ്കിൽ ഒരൊറ്റ സുപ്രഭാതത്തിൽ വന്ന് കൈകോർത്തു പിടിച്ചവനെ ഇളക്കിക്കളഞ്ഞ് ഇവിടെ ഞങ്ങൾ പറയുന്ന വർഗീയത കൊണ്ടുവരാമെന്ന് ഇവിടുത്തെ ആചാര്യന്മാരോ അല്ലെങ്കിൽ RSSന്റെ സൈദ്ധാന്തികരായ ചിന്തിക്കുന്ന ആരെങ്കിലും ആ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരോ ചിന്തിച്ചിട്ടുണ്ടാകണമെന്നില്ല. മറിച്ച് ഈ മണ്ണ് ഫലഭൂവിഷ്ടമാക്കി മാറ്റിയതിനു ശേഷം ഈ രാജ്യത്ത് ഈ നിയമം നടപ്പാക്കണമെന്ന ചിന്തയാണ് അവരുടെ ചിന്താമണ്ഡലങ്ങളിലുള്ളത്. ബുദ്ധിയുള്ളവർക്ക് ആലോചിക്കാവുന്നതാണ്. എൻ്റെ പ്രിയമുള്ള കേൾവിക്കാരെ, നമ്മുടെ രാജ്യം അപകടപ്പെടുമ്പോൾ ഓരോ പൗരന്റെ കയ്യിലും ഓരോ പൗരന്റെ മേലിലും ഒരുപാട് പ്രതീക്ഷകളും ഈ രാജ്യത്തെ താങ്ങി നിർത്തേണ്ട ചിന്തകളും ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിന് നിലനിൽപ്പിന് വേണ്ടി നമ്മൾ ഈ രാജ്യത്തെ സാഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഇന്നലകളുടെ ചരിത്രം ഒരിക്കൽ കൂടി വായിക്കേണ്ട നേരമായിട്ടുണ്ട്. മലബാറിലെ മാപ്പിളമാരുടെ കലാപം 921 മലബാർ സമരത്തെ മാപ്പിളമാരുടെ കലാപമാക്കി മാറ്റിവെച്ചിട്ട് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ലാഭങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. വയറ്റിൽ ഒരു അരപ്പട്ട കെട്ടി അതിൻ്റെ താഴത്തൊരു കഠാര കുത്തിയിറക്കി നടന്നുപോയ ആളല്ല വാരിയംകുന്നത്തെ കുഞ്ഞഹമ്മദാജി എന്ന് ഒരിക്കൽ കൂടി ചരിത്രത്തെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. വാരിയംകുന്നന്റെ പ്രസിദ്ധമായ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ആ വർത്തമാനമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ സമരത്തെ പുറം നാടുകളിൽ കൊണ്ടുപോയി ഇതൊരു വർഗീയ കലാപമാക്കി മാറ്റിമറിക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഇതൊരിക്കലും അങ്ങനെയല്ല. നിങ്ങളുടെ ഹൈന്ദവരായ സഹോദരങ്ങളെ നിങ്ങൾ ചേർത്ത് പിടിക്കൂ. ഈ സമരം നമ്മൾ ഒന്നിച്ച് ഈ രാജ്യം കീഴടക്കാൻ വന്നവന് നേരെ നടത്തിയ സമരമാണ്. ഇന്നലകളുടെ ചരിത്രം കേട്ട് തരിച്ചിരിക്കുന്ന നമ്മൾക്ക് ഒരു പക്ഷേ ഇത് അവസരമാണ്. മഹാത്മജിയാകാൻ, ഭഗത് സിംഗ് ആകാൻ, മൗലാന മുഹമ്മദ് അലി ആകാൻ, മൗലാന ഷൗക്കത്ത് അലിയാകാൻ, ഇന്ത്യ രാജ്യത്തിന്റെ ആത്മാവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ നമ്മൾക്ക് ചിലപ്പോൾ ദൈവം തരുന്ന അവസരമാണെങ്കിൽ ഒരുമിച്ച് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷയ്ക്ക് വേണ്ടി, മതേതരത്വത്തിന് വേണ്ടി ജീവൻ വെടിയാൻ നമ്മൾ ഉണ്ടാകുമെന്ന പ്രഖ്യാപനങ്ങളാണ് നമ്മൾ ഈ തെരുവോരങ്ങളിൽ നടത്തുന്നത്. ഈ രാജ്യം ഇങ്ങനെ സുന്ദരമായി നിലനിൽക്കേണ്ടതുണ്ട്. നമ്മളുടെ ഭാവി, നമ്മളുടെ മക്കൾ, നമ്മളുടെ തലമുറകൾ ഒരുമിച്ചൊന്നായി കൈകോർത്തു പിടിച്ച് സന്തോഷത്തോടെ ഇവിടെ വിഹരിക്കേണ്ടതുണ്ട്. അതിനെതിരെ വരുന്നവർ അവർ ഇന്ത്യയുടെ ശത്രുക്കളാണ്. അവർക്ക് ഇന്ത്യയുടെ ചരിത്രം അറിയില്ല. പല സ്ഥലത്തും വായിച്ചു. കേന്ദ്രമന്ത്രിയായ സഞ്ജീവ് ബാലനെ വരെ ഒരിക്കൽ വായിച്ചത് ഞാൻ ഓർക്കുന്നു. അയാൾ പറയുകയാണ്, ഇന്ത്യയിൽ ഇങ്ങനെ ഒരു നിയമം വരുമ്പോൾ ഹിന്ദുവും മുസ്ലിമും ഒക്കെ കൈകോർത്ത് പിടിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ലപ്പോൾ അത് നിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം അറിയാത്തത് കൊണ്ടാണ്. ഒരുമിച്ച് ചേർന്ന് കൈപിടിച്ചിട്ടാണ് ഞങ്ങൾ നടന്നത്. അന്ന് സായിപ്പിന് കിടക്ക വിരിച്ചത് കൊണ്ടാണ് നിങ്ങൾ ആ ചരിത്രം അറിയാതെ പോയത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് നമ്മുടെ രാജ്യമാണ്, ഇത് നമ്മുടെ രാജ്യമാണ് എന്നുറക്കെ പ്രഖ്യാപിച്ച് മനസ്സിൽ ഉറപ്പിക്കേണ്ട നേരമാണ്. കാരണം എൻ്റെ 951 രേഖകൾ നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? ഞാൻ ഈ നാട്ടുകാരനാണ്. എൻ്റെ മുമ്പിൽ കൂടി നിൽക്കുന്ന മഹാഭൂരിപക്ഷവും എൻ്റെ കുടുംബങ്ങളാണ്. എൻ്റെ പിതാവ് എന്നോട് പറയാറുണ്ട്, ഈ വഴിയിൽ ഇറങ്ങിയാൽ കണ്ടുമുട്ടുന്നവരിലധികവും നിങ്ങളുടെ കുടുംബക്കാരാണ്, നമ്മുടെ കുടുംബങ്ങളാണ് എന്ന്. കുടുംബക്കാരായ നമ്മളോട് തന്നെ ചോദിക്കട്ടെ, 951 ചേർക്കുന്ന ഏത് രേഖയാണ് നമ്മുടെ കയ്യിലുള്ളത്? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയമുണ്ട്. 971 ചേർക്കുന്ന രേഖ മതി ആസാമിൽ. അവിടെയാണ് ഇന്ത്യ രാജ്യത്തിന്റെ പ്രസിഡന്റായിരുന്ന, രാഷ്ട്രപതിയായിരുന്ന ഫഖ്റുദ്ദീൻ അലി അഹമ്മദിനെ അറിയാത്തവരുണ്ടാകില്ല. 1970കളിൽ ഇന്ത്യ രാജ്യത്തിന്റെ പ്രസിഡന്റ്, ഇന്ത്യയുടെ രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒന്നാമത്തെ പൗരനായിരുന്ന ഫഖ്റുദ്ദീൻ അലി അഹമ്മദിന്റെ കുടുംബത്തിന്, ഈ രാജ്യത്തെ ഒന്നാമത്തെ പൗരനായിരുന്ന നിയമനിർമ്മാണത്തിന്റെ താഴെ തൊപ്പുവെച്ചു കൊടുത്ത ഫഖ്റുദ്ദീൻ അലി അഹമ്മദിന്, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് രേഖകൾ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോഴാണ് ഇതെത്ര അപകടമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. ഫഖ്റുദ്ദീൻ അലി അഹമ്മദ് ഒരു ഇന്ത്യൻ പൗരനാണെന്ന് മാത്രമല്ല, ഇന്ത്യയുടെ തലപ്പത്തിരുന്നയാളാണ്. അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്ക് പോലും അപ്രാപ്യമാണ് ഇങ്ങനെ ഒരു രേഖ കൊടുക്കാൻ. 30 കൊല്ലം ഈ രാജ്യത്തിന്റെ അതിർത്തിയിൽ കാവൽ നിന്നയാളുണ്ട്, കേണൽ സനാഉള്ള. അറിയുമോ? അസാമിയാണ്. കേണൽ സനാഉള്ള ഇന്ന് എവിടെയാണ്? തടങ്കൽ പാളയത്തിലാണ്. കാരണം 30 കൊല്ലം ഈ രാജ്യത്തിന്റെ അതിർത്തിയിൽ കാവൽ നിന്ന പാകിസ്ഥാന്റെ പട്ടാളത്തെ കടത്തിവിടാതെ ഈ രാജ്യത്തിന് വേണ്ടി
നിലകൊണ്ട ആ മനുഷ്യന് രാഷ്ട്രപതി വിളിച്ചിട്ട് ധീരതയ്ക്കുള്ള അവാർഡ് നൽകി. ആ മനുഷ്യനാണ് കേണൽ സനാഉള്ള. കേണൽ സനാഉള്ള ധീരതയ്ക്ക് അവാർഡ് വാങ്ങിയത് ഈ രാജ്യത്തിന് കാവൽ നിന്നിട്ടാണ്. 30 കൊല്ലം കഴിഞ്ഞ് പൗരത്വം തെളിയിക്കണമെന്ന് പറയുമ്പോൾ കേണൽ സനാഉള്ളയുടെ കയ്യിൽ രേഖയില്ല. ആരാണ് സനാഉള്ള? ഇന്ത്യ രാജ്യത്തിന് പടപൊരുതിയ പട്ടാളക്കാരൻ. അയാളെ പോലും തടങ്കൽ പാളയത്തിലേക്ക് വിട്ടയച്ചെങ്കിൽ നമ്മിൽ ആരെയാണ് ബാക്കി വെക്കുക എന്ന ചിന്തയാണ് നമ്മെ ഉറങ്ങാൻ അനുവദിക്കാതെ തെരുവോരങ്ങളിൽ ആസാദി വിളിക്കാൻ പ്രേരിപ്പിക്കേണ്ടത്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ സമരം ഒരു മതവിഭാഗം നടത്തുന്നതല്ല. അങ്ങ് ഡൽഹിയിൽ ഈ സമരം തുടങ്ങിയ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു, നിങ്ങൾക്ക് സമരക്കാരെ തിരിച്ചറിയാൻ വേഷം നോക്കിയാൽ മതിയെന്ന്. അന്ന് വൈകിട്ട് തെരുവിലൂടെ നടന്നു, ഷർട്ടൂരി വലിച്ചെറിഞ്ഞ് തൻ്റെ പൂണൂല് കാണിച്ചിട്ടൊരു ഡൽഹിക്കാരൻ പറഞ്ഞു, തിരിച്ചറിയാമെങ്കിൽ തിരിച്ചറിഞ്ഞോ, ഞങ്ങളാണ് ഈ സമരം നടത്തുന്നത്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരുമിച്ചൊന്നായി കൈപിടിച്ചു ഉയർത്തിയാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ത്യ രാജ്യത്ത് കേരളത്തിന് പുറത്തു നടക്കുന്ന 3-4 സ്റ്റേറ്റുകളിൽ വിനീതനായി വിദ്യാർത്ഥി പങ്കെടുത്തിട്ടുണ്ട്. ആ ഇടങ്ങളിലെല്ലാം ഒരുപാട് ഇടങ്ങളിൽ നിന്ന് വന്നു ചേർന്നവർ പലതരത്തിലുള്ള ആളുകളാണ്, പല ഭാഷകളുള്ളവരാണ്, പല സംസ്കാരങ്ങളുള്ളവരാണ്. അവർ ഈ നാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് തണുപ്പിലും ചോരാത്ത വീര്യവുമായി കഴിയുമ്പോൾ നമുക്കാർക്കും ഉറങ്ങാൻ കഴിയരുത് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന് വേണ്ടി സദാ നിങ്ങളുടെ ശബ്ദം ഉയർന്നുകൊണ്ടിരിക്കട്ടെ. നമ്മുടെ രാജ്യം നിലനിൽക്കട്ടെ. സുന്ദരമായ ഭാരതം അഖണ്ഡതകളും സാമൂഹികമായ മാന്യതകളും എല്ലാം നിലനിർത്തിക്കൊണ്ട് എല്ലാവരെയും വകവെച്ചു കൊടുത്ത് എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടിരിക്കുന്ന സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളുണ്ട്, വേദനിക്കുന്നവർക്ക് വന്നു കയറാനുള്ള ഭൂമിയാണ് ഞങ്ങളുടെ രാഷ്ട്രമെന്ന്. ആ രാഷ്ട്രമായി നമ്മുടെ രാജ്യം നിലനിൽക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിൽ വർഗീയത പടർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളാകുന്ന മനുഷ്യർക്ക് ബാധ്യതകളേറെയുണ്ട്. കാരണം എന്താണ്? നിങ്ങളിവിടെ കേട്ട പ്രസംഗമില്ലേ? ആ പ്രസംഗത്തിൽ പലതവണ പരാമർശിച്ചു കുറി തൊട്ട ഒരു സ്ത്രീയെക്കുറിച്ച്. കാക്കമാർ തൊടാതിരിക്കാനാണത്രേ കുറി തൊട്ടിരിക്കുന്നത്. ഒരു സാധാരണ വീട്ടമ്മയാണ് ആ വർത്തമാനം പറയുന്നത്. അവരെ കേൾക്കുമ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് എർണാപെത്രി എന്ന ജർമ്മനിയിൽ ജീവിച്ച ഒരു സ്ത്രീയാണ്. നാസി കാലഘട്ടത്തിൽ എർണാപെത്രി എന്നൊരു സ്ത്രീ ജീവിച്ചു. 943-ൽ 6ഓളം വരുന്ന 8 ജൂതന്മാരായ കുട്ടികളെ അവർ വെടിവെച്ചു കൊന്നു. 1960-ൽ അവരെ വിചാരണ ചെയ്തു. എർണാപെത്രി വിചാരണക്കിടയിൽ പറഞ്ഞൊരു വർത്തമാനമുണ്ട്. എന്താണെന്നറിയോ? എൻ്റെ 2 അതേ പ്രായത്തിലുള്ള മക്കൾ റൂമിൽ ഉറങ്ങുമ്പോഴും യാതൊരു വിധമായ മാനസിക സംഘർഷങ്ങളുമില്ലാതെ ജൂതന്റെ മക്കളെ വെടിവെച്ചു കൊല്ലാൻ എനിക്ക് തോന്നിയത് എൻ്റെ ഉള്ളിലെ കുരുണ്ടു കയറിയ വർഗീയതയാണ്. അവരോട് തോന്നിയ വിദ്വേഷമാണ്. അവർ ഈ രാജ്യത്തിന്റെ പൗരന്മാരല്ല എന്ന തോന്നലാണ്. അത്തരമൊരു തോന്നൽ സൃഷ്ടിച്ചിട്ട് ഈ രാജ്യത്തെ ഒരു മതവിഭാഗത്തെ നിങ്ങൾക്ക് മ്യാൻമറിന്റെ ചരിത്രം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. NRC വന്നു, അവരെ രാജ്യത്തിന്റെ പൗരന്മാരല്ലാതെയാക്കി, വോട്ടവകാശങ്ങളില്ലാതെയാക്കി, അവസാനമോ അവരുടെ റേഷൻ കാർഡുകളില്ലാതെയാക്കി. എന്നിട്ടാണ് ക്രൂരമായ നരനായാട്ട് അവിടെ നടത്തിയത്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ രാജ്യം ഇങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. കാരണം ഇത് വക്കം അബ്ദുൽ ഖാദറിന്റെ രാഷ്ട്രമാണ്. ആരാണ് വക്കം അബ്ദുൽ ഖാദർ എന്നറിയോ? ഇവിടെ കേട്ടില്ലേ, 6 തവണ ബ്രിട്ടീഷ് അധികാരികൾക്ക് ഐ ബെഗ് ടു യു, ഞാൻ നിങ്ങളോട് യാചിക്കുന്നു എന്ന് സവർക്കർ കത്തെഴുതിയപ്പോ ഈ രാജ്യത്തിന് വേണ്ടി ഇന്ത്യയിലെ രാജാക്കന്മാർ എങ്ങനെയാണ് ബ്രിട്ടീഷുകാരെ കൈകാര്യം ചെയ്യുന്നത്? 1780 ട്രഗേഡ് യൂണിവേഴ്സിറ്റിയിൽ ആഡ്രി ഡ്രസ്കിയുടെ ഗവേഷണ ഗ്രന്ഥമുണ്ട്, ഔറംഗസീബ് ദി മാൻ ആൻഡ് മിത്ത്. എൻ്റെ ശബ്ദം കേൾക്കുന്നവരൊക്കെ ഒരാവർത്തി വായിക്കേണ്ട ഗ്രന്ഥമാണ്. അതിൽ പറയുന്നുണ്ട്, ഔറംഗസീബ് തകർത്തതിനേക്കാൾ കൂടുതൽ ക്ഷേത്രങ്ങളെ ഇവിടെ വെച്ചു കൊടുത്തിട്ടാണ് പോയിട്ടുള്ളത്. ഔറംഗസീബിന്റെ ചരിത്രം പറയാണ്, ഇന്ത്യയിൽ ആരാണോ വിരോധികളുള്ളത് അവരെ മുഴുവനും ഹൈന്ദവ വിരോധികളാക്കിയത് ഒരു ചരിത്രമെഴുതാൻ വേണ്ടി പേനയുന്തിയ വാടക എഴുത്തുകാരുടെ എല്ലാം ലക്ഷണമായിരുന്നു. അങ്ങനെയാണ് ടിപ്പു ഹിന്ദുക്കൾക്ക് പറ്റാത്തയാളായത്. അങ്ങനെയാണ് ഔറംഗസീബ് അല്ലെങ്കിൽ മതാന്തകനായി മാറിയത്. അങ്ങനെയാണ് ശിവജിയെ കുറിച്ച് വായിക്കുമ്പോൾ മുസ്ലിമീങ്ങൾ കറപ്പ് തോന്നാൻ തുടങ്ങിയത്. പാടില്ല. ശിവാജിയുടെ ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ മുസൽമാന്മാരുടെ പേരുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് ബ്രിട്ടീഷുകാരന്റെ അതേ തന്ത്രമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ഡിവൈഡ് ആൻഡ് റൂൾ. ഒരുമിച്ചു നിന്നാൽ
ഒന്നും ചെയ്യാനാകില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് നമ്മളെ പിളർത്തി മാറ്റിയിട്ട് പരസ്പരം തമ്മിലടിക്കുന്നവരാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. ജാഗരൂകരായി കാത്തിരിക്കേണ്ടതുണ്ട്. നമ്മളുടെ നാട് ഇന്നലെ വരെ സാമ്പത്തികമായി ഇടപെട്ടുകൊണ്ടിരുന്നത്, പടപൊരുതിക്കൊണ്ടിരുന്നത് ജർമ്മനിയോടും ഇറ്റലിയോടും ചൈനയോടും ഒക്കെ ആണെങ്കിൽ ഇന്ന് നമ്മളൊരു ദരിദ്ര രാഷ്ട്രത്തിലെ അംഗങ്ങളാണ്. അമേരിക്കയുടെ പുതിയ കണക്കുകൾ നമ്മളോട് പറയാണ് ഇന്ന് നമ്മൾ പടപൊരുതുന്നത് ബംഗ്ലാദേശിനോടാണ്, ശ്രീലങ്കയോടാണ്. നമ്മൾ മറന്നു പോകരുത്. ഒരു ഭാഗത്ത് ഈ മതത്തിന്റെ പേരിലുള്ള ഭിന്നതകളെ അവതരിപ്പിച്ച് മറുഭാഗത്ത് രാജ്യം മുഴുവനും വിറ്റഴിക്കുമ്പോൾ മുസോളനി ഓർമ്മ വരികയാണ്. മുസോളനി പറഞ്ഞൊരു വർത്തമാനമുണ്ട്, സ്റ്റേറ്റും കോർപ്പറേറ്റ്സുകളും ഒരുമിച്ച് കൂടിയിട്ട് ഈ രാജ്യത്തെ മുഴുവനും വിലക്കെടുക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് ഒരു പ്രഭാഷണത്തിൽ അയാൾ അടയാളപ്പെടുത്തുന്നുണ്ട്. അതേ അവസ്ഥ ഇന്ത്യ രാജ്യത്തേക്ക് വരുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, മതമുള്ളവരെ, മതമില്ലാത്തവരെ, എന്നെ കേൾക്കുന്നവരെ, ഈ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരുമിച്ചൊന്നായി നിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് എന്ന തിരിച്ചറിവ് വേണ്ടതുണ്ട്. നമ്മൾക്ക് ഈ രാജ്യത്ത് സുന്ദരമായി ജീവിക്കാൻ നാം പടപൊരുതേണ്ടതുണ്ട്. ആ 190 കൊല്ലക്കാലം പടപൊരുതിയിട്ടാണ് നമ്മുടെ പൂർവികർ ഈ സ്വാതന്ത്ര്യം നമ്മൾക്ക് നേടിത്തന്നത്. അന്ന് അവരോടൊപ്പമില്ലാതിരുന്നവരാണ് ഇന്നും നമ്മളോടൊപ്പമില്ലാത്തത്. അതുകൊണ്ട് അവർക്കെതിരെ പടപൊരുതാൻ ആശയങ്ങളും ആവിഷ്കാരങ്ങളും കലകളും സാഹിത്യങ്ങളും വേണ്ടതുണ്ട്. കാരണം ഇവിടെ എല്ലാവരും ദേശവിരോധിയാണ്, ദേശദ്രോഹിയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരാളെ ദേശദ്രോഹിയാകാൻ ഒന്നും വേണ്ട, ഒരു വര മതി, ഒരു വരി മതി, ഒരു വാക്കു മതി. നിങ്ങൾ കണ്ടില്ലേ, അടൂർ ഗോപാലകൃഷ്ണൻ എന്ന പ്രശസ്തനായ ഇന്ത്യ രാജ്യം അറിയപ്പെടുന്ന, ലോകതലത്തിൽ അറിയപ്പെടുന്ന സിനിമാ പ്രവർത്തകൻ രാജ്യദ്രോഹിയാണ്. അരുന്ധതി റോയ് രാജ്യദ്രോഹിയാണ്. അങ്ങനെ കയ്യിലെണ്ണിയാൽ തീരാത്ത ഹർഷമന്ദർ അടക്കം എനിക്ക് തോന്നിപ്പോവുകയാണ് അഡ്വക്കേറ്റിന്റെ പ്രസംഗം കേട്ടിട്ട് 2 ദിവസം കഴിഞ്ഞാൽ ഇവരും രാജ്യദ്രോഹിയാണ്, ഞാനും രാജ്യദ്രോഹിയാണ് ഓൾറെഡി. എൻ്റെ പ്രിയമുള്ളവരെ, ലോകം മുഴുവനും രാജ്യത്തിൻ്റെ ഉള്ളിൽ മുഴുവനും രാജ്യദ്രോഹികളെ സൃഷ്ടിക്കുകയാണ്. വർത്തമാനം പറഞ്ഞു പോയാൽ പിറ്റേന്ന് രാജ്യദ്രോഹിയാണ് എന്ന വർത്തമാനം വരുന്നത് അവിടെയാണ്. ഇന്ത്യൻ ദേശീയത എന്താണെന്നറിയേണ്ടത്. ഗവൺമെന്റിനെ വിമർശിച്ചാൽ അത് രാജ്യദ്രോഹമല്ല, ദേശീയതയുടെ ഒരു പാർട്ട് മാത്രമാണ് ഗവൺമെന്റ്. ഇന്ത്യൻ ദേശീയതയെ അടയാളപ്പെടുത്തിയ ഇന്ത്യ രാജ്യത്തിന്റെ നിർമ്മാണാത്മക പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്ന എല്ലാവരും എഴുതിയിട്ടുണ്ട്. ഒരു ചരിത്രം അറിയുമോ? അവസാനത്തെ ഉപവാസങ്ങളിൽ ഒന്ന് മഹാത്മജി നടത്തിയത് പാകിസ്ഥാന് വേണ്ടിയാണ്. ഭാഗ്യം ഇന്നായിരുന്നുവെങ്കിൽ മഹാത്മാഗാന്ധി രാജ്യദ്രോഹിയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. ചരിത്രത്തിന്റെ ഇന്നലകളെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം മഹാത്മജി തുറന്ന മനുഷ്യനാണ്. പാകിസ്ഥാൻ്റെതെന്നോ ഇന്ത്യയുടേതെന്നോ ഉള്ള പ്രശ്നങ്ങളല്ല. ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? രക്തമുറ്റു വീഴുന്ന സ്വാതന്ത്ര്യത്തിന്റെ രാത്രികളിൽ പഞ്ചാബിലും നവഖാലിയിലും നടന്നുപോയ ആ മനുഷ്യൻ അവസാന നാളുകളിൽ പടപൊരുതിയത്, അവസാന നാളുകളിൽ ഉപവാസമിരുന്നത്, ഇന്ത്യ പാകിസ്ഥാനുള്ള കുറച്ച് പൈസ കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ചിരുന്നത്, അതിൽ നിന്ന് കുറച്ച് തുക കൂടി ബാക്കി കൊടുക്കാനുണ്ടായിരുന്നു. അത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഇന്ത്യ എന്താണ് എന്ന് ലോകത്തടയാളപ്പെടുത്തിയത്. കശ്മീരിലേക്ക് വരികയാണ്. കശ്മീരിനെ എന്തിനാണ് വെട്ടിമുറിച്ചത്? ILP ഇന്നർ ലൈൻ പെർമിറ്റിനെ കുറിച്ച് ചർച്ച ചെയ്തു. കശ്മീരികളോട് ഈ നിലപാടെടുക്കുന്ന നേരത്ത് ഭരണഘടനാപരമായി തന്നെ പ്രത്യേകമായ വിഭാഗമായി ഇന്ത്യ രാജ്യത്തിന്റെ നേതൃപദവി അലങ്കരിച്ചിരുന്നവർ, അവർ കൊടുത്ത പദവിയാണ് കശ്മീരിനുള്ളത്. ആ പദവി എന്താണെന്ന് VK കൃഷ്ണമേനോൻ അടക്കമുള്ളവർ UNOയിൽ പോയി ലോകത്തെ ബോധ്യപ്പെടുത്തിയതാണ്. ആ പദവിയെയാണ് ഒരു രാത്രി കൊണ്ട് സസ്പെൻഡ് ചെയ്ത് കളഞ്ഞത്. അവിടെ പറഞ്ഞത് ഒരു രാജ്യം ഒരു നിയമമെന്നാണ്. ഒരു രാജ്യം ഒരു നിയമമെന്ന് പറഞ്ഞ് കശ്മീരിനെ വെട്ടിമുറിച്ചവരാണ് ഇന്ന് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെ മുഴുവനും വെട്ടിമുറിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നില്ല. ഇങ്ങനെ നമ്മുടെ രാജ്യം അപകടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം ഒരുമിച്ചു നിൽക്കേണ്ട നേരമാണ്, നമ്മൾ ഒരുമിച്ചു നിൽക്കേണ്ട നേരമാണ് എന്നുറക്കെ പ്രഖ്യാപിക്കേണ്ട സമയമാണിത്. കാരണം ഇത് നമ്മുടെ രാജ്യമാണ്, നമ്മുടെ ഭൂമിയാണ്. നമ്മൾക്ക് അഭിമാനിക്കാം. നമ്മളുടെ കേരളത്തിൽ നമ്മൾക്ക് നേതൃത്വം നൽകാൻ ഒരു മികച്ച മുഖ്യമന്ത്രിയുണ്ട് എന്നുള്ളത് വളരെ പ്രതീക്ഷയുള്ള കാര്യമാണ്. ഒരു വിദ്യാർത്ഥിയായി 4 സ്റ്റേറ്റിൽ ഞാൻ പര്യടനം നടത്തിയിട്ടുണ്ട്. 23-ന് കർണാടകയിലേക്ക് പോകുന്നുണ്ട്. അവിടെയൊന്നും കിട്ടാത്ത ഒരു സുരക്ഷ ഇവിടുത്തെ പൗരത്വ പ്രതിഷേധങ്ങളിൽ നമ്മൾക്ക് ലഭ്യമാകുന്നുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രതിപക്ഷത്തെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട്, നിങ്ങൾക്കറിയാം ഞാൻ രാഷ്ട്രീയക്കാരനല്ല, പ്രതിപക്ഷത്തെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവിടെ നടത്തിയ നീക്കങ്ങൾ അത് ചരിത്ര
ചരിത്രത്തിലെ തുല്യതയില്ലാത്ത ഉദാഹരണങ്ങളാണ്. അവിടെ ഒന്നുകൂടി പറയേണ്ടതുണ്ട്. ഇവിടെ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ഒക്കെ പോരാട്ടങ്ങൾ പോരാ എന്ന് പറയുന്നത് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമാണ് കേരളത്തിലെ ഏറ്റവും വലിയ RSSന്റെ സൈദ്ധാന്തികനായ പരമേശ്വരൻ മരിച്ചപ്പോ പകുതി പേജിൽ പ്രകീർത്തനം എഴുതിയത്. അവരോട് ഒന്നേ പറയാനുള്ളൂ, സമുദായത്തിന്റെ ചെലവിൽ രണ്ടു വള്ളത്തിൽ ചവിട്ടി നിൽക്കാൻ പാടില്ല. നമ്മൾ പോരാളികളാണ്, ഒരിടത്തുറച്ചു നിൽക്കുക. ഈ രാഷ്ട്രീയ നേതൃത്വങ്ങളെ മുഴുവനും ബഹുമാനിക്കുന്നു, മുക്തകണ്ഠം പ്രശംസിക്കുന്നു. കേരള മോഡൽ ഇന്ന് രാജ്യത്തിന്റെ മോഡലാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഇന്ത്യ രാജ്യം നീണാൽ നിലനിൽക്കട്ടെ. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും രാഷ്ട്രമായി എല്ലാ കാലത്തും നമുക്ക് ജീവിക്കാനും അനുഭവിക്കാനും കഴിയട്ടെ. പരസ്പരം പകുത്തുവെച്ചും പങ്കുവെച്ചും നമ്മൾക്കിവിടെ ജീവിക്കാൻ കഴിയട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ രാജ്യം വെട്ടിമുറിക്കാനുള്ള ആളുകളിൽ നിന്ന് എപ്പോഴും സദാ ജാഗരൂകരായിരിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനൊരു വാക്കുകൂടി പറഞ്ഞു നിർത്തുകയാണ്. റാഹത്തിൻ ഡോറിയുടെ 2 വരി കവിതകളിൽ കാണാം, സഭി കാ ഖൂൻ ഹൈ ഷാമിൽ യഹാ കി മിട്ടി മേ കിസി കെ ബാപ് കാ ഹിന്ദുസ്ഥാൻ തോടി ഹൈ. ഇന്ത്യ രാജ്യത്തെ മുഴുവൻ വർഗീയവാദികളോടും പറയാനുള്ളത്, സഭി കാ ഖൂൻ ഹൈ ഷാമിൽ യഹാ കി മിട്ടി മേ. ഈ രാജ്യത്തിന്റെ മണ്ണ് വാരിയെടുത്താൽ ഇവിടെ എല്ലാവരുടെയും രക്തങ്ങൾ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഈ മണ്ണിന്റെ അടിയിൽ മുസൽമാന്റെയും ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും പോരാട്ട വീര്യമുള്ള ശരീരങ്ങൾ ഉറങ്ങുന്നുണ്ട്. അവരുടെ ചോര വീണത് ഈ മണ്ണിലാണ്. എല്ലാവരുടെയും പങ്കുവെക്കലിന്റെയും പകുത്തുവെക്കലിന്റെയും ത്യാഗത്തിന്റെയും കഥകൾ ഈ മണ്ണിന് പറയാനുണ്ട്. അതുകൊണ്ട് കിസിക്കെ ബാപ് കാ ഹിന്ദുസ്ഥാൻ തോടി ഹേ, ഒരാളിന്റെയും വാപ്പയ്ക്ക് അനന്തരം കിട്ടിയ ഭൂമിയല്ല ഇത് എന്ന റാഹത്തിൻ ഡോറിയുടെ 2 വരി കവിതകളിൽ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കേട്ടവർക്കെല്ലാം നന്ദി. ജനാധിപത്യം നീണാൽ നിലനിൽക്കട്ടെ.